ഉണ്ടായേക്കാം. കർത്താവിന്റെ സ്തോത്രം. എന്ന് പറഞ്ഞാൽ വനമേഖലകളായതുകൊണ്ട് പക്ഷികളെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ കൂടുതൽ നടത്താൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരാം. എന്നാൽ ഞാൻ എന്റെ ചെറിയ അറിവിൽ ഞാൻ മനസ്സിലാക്കിയിട്ട് പറയും, കഴുകൻ പഴയതുപോലെ പറന്നുയരാൻ കഴിയുന്നില്ലെന്ന് കണ്ടാൽ ആളൊഴിഞ്ഞ പാറയുടെ വിടവിൽ താൻ ചെന്ന് ഒളിച്ചു പാടും. ഇനിയും തിന്നും കുടിച്ചും അവിടെ ഇരിക്കുകയല്ല, തിന്നാനൊന്നുമില്ല, കുടിക്കാനും ഒന്നുമില്ല. ഇവൻ തന്റെ ചുണ്ട് ഈ പാറയിലെ തുരയ്ക്കും. നേരം പോകിനല്ല, പിന്നെ ചുണ്ടിന്റെ മൂർച്ച കൂട്ടാനല്ല. ഇനിയും ഈ പാറപ്പുറത്തിന് ചുണ്ടൊരച്ച് ഇതിന് മൂർച്ച കൂട്ടി വെച്ച് അവൻ കൊത്തും. പാറയിലല്ല, അവന്റെ ശരീരത്തിലെ തുവലുകൾ പറിച്ചു കളഞ്ഞു. അതിനുശേഷം ഇവൻ കാത്തിരിക്കും പുതിയ തൂവൽ വരാൻ. പുതിയ തൂവൽ വരുന്നത് വരെ അവൻ ക്ഷമയോടെ ഈ പാറയുടെ പിളർപ്പിലിരിക്കും. സ്തോത്രം. പുതിയ തൂവലുകളൊക്കെ വന്നു കഴിയുമ്പോൾ അവൻ പഴയതിനേക്കാൾ ശക്തമായി അവൻ ചിറകടിച്ച് ഉയരും. ിരിക്കുന്നത് എന്തോ യഹോവയെ കാത്തിരിക്കുന്നവർ എങ്ങനെ അവർ ശക്തിയെ പുതുക്കും. എങ്ങനെ? കഴുകൻ ചിറകടിച്ച് കയറുന്നത് പോലെ. ദൈവമക്കളെ, തുളസീധരൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് കയറിയിരിക്കുന്ന ആളാണ്. ഏതാണ്ട് 28-29 വർഷം കൊണ്ട് അദ്ദേഹത്തെ എനിക്കറിയാം. അതുകൊണ്ട് പറയാം, ഒരു കാര്യം പറയാം, നമ്മുടെ ലോക്കൽ സഭയിൽ ഒരു ഉപവാസ പ്രാർത്ഥന വരാൻ നീ കാത്തിരിക്കരുത്. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ നീ വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ ആത്മഹേമം തരുമ്പോൾ നീ വേറിട്ടിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചോണം. സ്തോത്രം. ചില പ്രതിസന്ധികൾ നിന്റെ മുമ്പിൽ ദൈവാത്മാവ് നിനക്ക് വെളിപ്പെടുത്തുമ്പോൾ ഓർക്കണം, ഞാൻ വേറിട്ടിരിക്കാൻ, ഞാൻ ഉപവസിക്കാൻ, ഞാൻ പ്രാർത്ഥിക്കാൻ, ഞാൻ ശക്തിയെ പുതുക്കാൻ, ഞാൻ ദൈവകൃപ പ്രാപിപ്പാൻ ദൈവാത്മാവ് എനിക്ക് തന്ന കാഴ്ചയാണെന്ന്. ഞാൻ ശുശ്രൂഷയിൽ കഴിഞ്ഞ 40 വർഷത്തോളമായി IPCയുടെ വിവിധ ലോക്കൽ സഭകളിൽ ശുശ്രൂഷിച്ചു വരികയാണ്. ആദ്യത്തെ 7 വർഷത്തോളം, 7 വർഷത്തിൽ കൂടുതൽ ഞാൻ പുനലൂരായിരുന്നു, കൊല്ലം ജില്ലയിൽ പുനലൂർ. കഴിഞ്ഞ 32 കഴിഞ്ഞ് 33ാമത്തെ വർഷമാണ് ഞാൻ പത്തനംതിട്ട ജില്ലയിൽ കുമ്പനാട് സെൻട്രൽ കർത്താവിൽ ശുശ്രൂഷ ചെയ്തിരുന്നത്. ഈ ചില ലോക്കൽ സഭയും ചെല്ല് ഉപവാസ പ്രാർത്ഥനകാരെ അനുഷ്ഠിക്കുക പറയും, പക്ഷേ ആണ്ടിൽ 1 അല്ലെങ്കിൽ 2 പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥന ഇവിടെ ഉള്ളൂ.